നമസ്കാരം. ഈ ദിനങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ ഇടം നേടിയത് ഗവർണർ വേഴ്സസ് SFIയും ഗവർണർ വേഴ്സസ് ഗവൺമെന്റും ഒക്കെയാണ്. നല്ല രസകരമായിട്ടുള്ള പരിപാടിയാണ് ഇതിങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. മാധ്യമങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന തരത്തിലേക്കുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ ചില പ്രകടനങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇന്നലെ വൈകിട്ട് കണ്ട ഗവർണർ അല്ല ഇന്ന് രാവിലെ കണ്ട ഗവർണർ. ഇന്ന് രാവിലെ കണ്ട ഗവർണർ അല്ല ഇപ്പോൾ കാണുന്ന ഗവർണർ. അതെങ്ങനെയാണ്? ഗവർണർ വരുന്നത് എവിടെ നിന്നാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതൊക്കെ അറിയാവുന്ന ആളുകൾക്ക് ആ ഒരു മാറ്റിപ്പറച്ചിലുകൾക്കകത്ത് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. വാർത്താ വിശകലന വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ രാഷ്ട്രീയം വലിയ ചർച്ചയായിട്ട് വരാറുണ്ട് കമന്റ് ബോക്സിൽ. ആ ഒരു രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്ന ഒരു കമന്റ് കണ്ടു. ആ ഒരു കമന്റിന് മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുറേയധികം ആളുകൾക്ക് ഇനിയും തെറ്റിദ്ധാരണ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്താണ് ആ ഒരു കമന്റ്? ഇനിയും ദയവ് ചെയ്ത് JBക്ക് രാഷ്ട്രീയമില്ല എന്നൊന്നും ആരും വന്ന് തള്ളരുത്. അഭിനന്ദ് PP ഇട്ട ഒരു കമന്റ് ആണ്. ഇത് എനിക്ക് വലിയ ഇൻസൾട്ട് ആയിപ്പോയി. കാരണം എനിക്ക് രാഷ്ട്രീയം ഇല്ല എന്നുള്ള തോന്നൽ ഒരു വലിയ കൂട്ടം ആളുകൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്റെ പരാജയമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ രാഷ്ട്രീയം മറച്ചു വെക്കാറില്ല. എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, എനിക്ക് വ്യക്തമായിട്ടുള്ള പക്ഷം ഓരോ കാര്യങ്ങളിലുമുണ്ട്. അത് ഏതെങ്കിലും ഒരു കക്ഷിയുമായിട്ട് ചേർന്ന് നിന്ന് അഭിപ്രായങ്ങൾ പറയുക എന്നുള്ള കാര്യത്തിലല്ല. എനിക്ക് വ്യക്തമായിട്ടുള്ള പക്ഷമുണ്ട്, ഓരോ കാര്യത്തിലും വ്യക്തമായിട്ടുള്ള പക്ഷമുണ്ട്. ഞാൻ അതേപോലെ തുറന്ന് സമ്മതിക്കുന്ന, തുറന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന് എതിരാണ്, ഞാൻ ഹിന്ദുത്വയ്ക്കും എതിരാണ്. എന്നെ ഭരിക്കുന്ന ഭരണ നേതൃത്വത്തിനകത്ത് ഈ മതത്തിന്റെ അടിസ്ഥാനമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്റെ രാഷ്ട്രീയമാണ്, എൻ്റെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അതിനെതിരെ നടക്കുന്ന ഓരോ സമരങ്ങളും ഓരോ പ്രതിഷേധങ്ങളും എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ആ ഒരു പ്രതിഷേധങ്ങൾക്കകത്ത് കാര്യമുണ്ട് എന്നുള്ളതും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളതുമാണ് എൻ്റെ രാഷ്ട്രീയം. അതിനെക്കുറിച്ചിട്ട് ഇനി ആരും ഡൗട്ട് അടിക്കേണ്ട. എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയവും പക്ഷവും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിനോടും ഹിന്ദുത്വയോടും ഞാൻ എതിരാണ്. അത് ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് ഇടയ്ക്ക് പറയേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പോലും ഞാൻ വിചാരിച്ചല്ല. എന്നാലും ആളുകൾക്ക് തെറ്റിദ്ധാരണയാണ്. ഇനി ഗവർണർ വേഴ്സസ് ഗവൺമെന്റ്, ഗവർണർ വേഴ്സസ് SFI, ഇതാണല്ലോ കഴിഞ്ഞ 2 ദിവസമായിട്ട് വാർത്തകൾ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോൾ ശബരിമലയിൽ പോലീസുകാരെ ഇട്ടില്ലേ കുഴപ്പമില്ല, ആർക്കും പരാതിയില്ലേ? ആയിരക്കണക്കിന് പോലീസുകാരാണല്ലോ ഗവർണർ അൽവ തിന്നാൻ പോകുന്ന സമയത്ത് ചുറ്റും തടിച്ചുകൂടി നിൽക്കുന്നത്. ആർക്കും ആരെക്കുറിച്ചും ഒരു വേവലാതിയില്ല, പരാതിയില്ല. ഗവർണർക്ക് അലുവ വാങ്ങാനായിട്ടും ഡേ ഔട്ടിന് കൂട്ടുപോകാനായിട്ടും ഒക്കെയാണ് ഇവിടെയുള്ള പോലീസുകാരെന്ന് പറയുന്നത്. RSSന്റെ പരിപാടി, കൂട്ടുകാരൻ്റെ നിക്കാഹ്, ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടി ഗവർണർ പോകുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിനും പോകുന്ന പോലീസുകാരെ കുറിച്ചിട്ട് ആർക്കും ഒരു പരാതിയില്ല. അതൊക്കെയാണ് ഈ സംഘികളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സംഘി എന്ന് സംഘി തന്നെയായിരിക്കും. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സംഘികൾ അവരെന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു പ്രചാരണങ്ങൾ കൊണ്ട് ആളുകൾ അവരിലേക്ക് ഓടി അടുക്കുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്ത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അപ്രോച്ചുകളാണ്. ഒരു മറിയാമ്മ ചേട്ടത്തിക്ക് എന്തോ കാശിങ്ങാണ്ട് കൊടുത്തിട്ട് ഇറക്കി നടത്തുന്നുണ്ട് ഈ മറിയാമ്മ ചേട്ടത്തി. അതേപോലെ തന്നെ ഇന്ന് പെയിന്റ് അടിച്ച് വഴിയിലേക്ക് ഇറങ്ങിയ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ച് വഴിയിലേക്ക് ഇറങ്ങിയ ഒരു ചേട്ടൻ. ഈ 2 ആളുകളെയും കുറിച്ചിട്ട്, ഈ 2 ആളുകളുടെയും പ്രതിഷേധങ്ങളിൽ സപ്പോർട്ട് അറിയിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ചെയ്ത് എന്തിനു വേണ്ടിയാണ്? അവരുടെ പ്രതിഷേധങ്ങൾക്കകത്ത്, അന്നത്തെ പ്രതിഷേധങ്ങൾക്കകത്ത് കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തത്. പിന്നീട് അതിലൊരാളുടെ സംഗീതം പുറത്തേക്ക് വരുന്ന സമയത്തും മറിയാമ്മ ചേട്ടത്തി ഈ പറയുന്ന സംഘികളുടെ ചട്ടുകുമായി മാറുന്ന സമയത്തും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. എന്റെ രാജാവിന് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയാണ്. ഞാൻ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല. ഞാൻ രാജാവിന്റെ മനസ്സ് സാറേ എന്തോ അടിച്ചോ കൊല്ലിയോ സാർ എന്താ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ, വരത്തില്ല സാർ, വരത്തില്ല ഞാൻ വ്യക്തമായിട്ട് ജനപ്രതിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഇത് കോമൺ ആയിട്ട് ഒരു അജണ്ടയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളൊന്ന് എടുത്തു നോക്കാം. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഈ സംഘി പ്രൊപ്പഗാൻഡ ചാനലുകൾ ഷെയർ ചെയ്യുന്ന തമ്പനയിലുകൾ തമ്മിൽ വലിയ സാമ്യതയുണ്ട്. കാരണം ഇവർക്ക് ഈ അണ്ടർ ഗാർമെന്റ്സിനോട് ഭയങ്കര സ്നേഹമാണ്. എനിക്കറിയില്ല അതിനോടുള്ള സ്നേഹം എന്തുകൊണ്ടാണ് സംഘികൾക്ക് എന്നുള്ളത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ മറ്റേ ആ കാവിക്കളസത്തെ കുറിച്ചിട്ട് പറയണത് ശരിയാണോ എനിക്കറിയില്ല. എന്താണെന്ന് പറഞ്ഞാലും ആർഷോ എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പുള്ള മനുഷ്യനൊന്നുമല്ല. അപ്പോൾ അത് വേറെ കാര്യം.
എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രതിഷേധം വേറെ, ആർഷോ വേറെ. അപ്പോൾ ആർഷോ ആണ് മറ്റേ SFIയുടെ മുന്നിൽ നിന്നിട്ട് സമരം നയിക്കുന്നത്. അപ്പോൾ ഈ സമരത്തിനെതിരെ സംസാരിക്കാനായിട്ട് ഈ സംഘി പ്രൊപ്പഗാൻഡ ചാനലുകൾ ഉപയോഗിക്കുന്ന തമ്പനയിലെല്ലാം കോമൺ ആണ്. അവർക്ക് വേറെ ആശയപരമായിട്ട് പ്രതിരോധിക്കാനായിട്ടൊന്നുമില്ല. അവർക്ക് മറ്റേ ആയിരക്കണക്കിന് പോലീസുകാരുടെ ഇടയ്ക്കൂടെ ഇറങ്ങി ആക്രോശിക്കുന്ന ഇരട്ട ചെങ്കും അതേപോലെ തന്നെ ഈ പറയുന്ന അണ്ടർ ഗാർമെന്റ്സും ഒക്കെ ഉള്ളൂ. അതേപോലെ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ രാവിലെ സ്ഥിരം പരിപാടി ഇതാണ്. ആദ്യം തന്നെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് തുറക്കുക. ഇന്നലെ മുതൽ സംഘികൾ ഷെയർ ചെയ്ത തങ്ങളുടെ ലോഗോ വെച്ച് ഷെയർ ചെയ്തിട്ടുള്ള ഫേക്ക് ന്യൂസുകൾ തങ്ങളുടേതല്ല എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുക. ഇതിപ്പോൾ സ്ഥിരം പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഫേക്ക് ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇത് മിനിമം ബോധമില്ലാത്ത സംഖ്യകൾക്കിടയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യാൻ പറയാനായിട്ടും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം അവർക്കിടയിൽ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് സംഘികൾ ഇവിടെ ക്ലച്ച് പിടിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സംഘിക്ക് മലയാളിയെ മനസ്സിലാവത്തില്ല, സംഘിക്ക് സാധാരണ മനുഷ്യനെ മനസ്സിലാവത്തില്ല. സംഘി വിചാരിക്കുന്നത് എല്ലാവരും സംഘികളെ പോലെയാണ് എന്നുള്ളതാണ്. ഈ മറുനാടൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കർമ്മ ന്യൂസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ, ജനൻ TV സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ, ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സംഘികൾക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പറ്റും. പക്ഷെ അവർ പോലും സംഘികളോട് ഒരു തരത്തിലുള്ള ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. കാരണം അത് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, ഈ തരത്തിലുള്ള പ്രചാരണങ്ങൾ കൊണ്ടാണ്. അടിസ്ഥാനപരമായിട്ട് ആശയപരമായിട്ട് വിയോജിക്കാനായിട്ടുള്ള ഒരു സംഗതിയില്ല. ഗവർണർ രാവിലെ മിഠായി തെരുവിലേക്ക് ഇറങ്ങി, ഹൽവ നുണയാൻ വേണ്ടി ഇറങ്ങി, പോലീസുകാരുടെ അകമ്പടിയോടെ ഇറങ്ങി. അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, സംഗീതം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവില്ല. ശരിക്കും അവിടെ സംഘി മൈൻഡിൽ രണ്ട് സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. ഒന്ന്, ഈ SFI പ്രവർത്തകർ ആക്രമിക്കാനായിട്ട് പൊതുനിരത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ ആക്രമണത്തിന് വേണ്ടി അവർ വരുന്ന സമയത്ത് അതൊരു ക്രിമിനൽ സ്വഭാവമായിട്ടും അതൊരു ദേശവിരുദ്ധ നടപടിയായിട്ടും ഒക്കെ ചിത്രീകരിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വ്യാമോഹം. പക്ഷേ ഇത് കേരളമാണ്. ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഏതാണെങ്കിലും ഇവിടെയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ള ആളുകൾ, അവർ ആ ഒരു മണ്ടത്തരം കാണിക്കില്ല. അവർ പൊതുനിരത്തിലേക്ക് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇറങ്ങില്ല എന്നുള്ളത് 100% ഷുവറാണ് സാധാരണ കോമൺ സെൻസ് ഉള്ള മലയാളിക്ക്. അപ്പോൾ ഗവർണറുടെ ആ ഒരു പ്രതീക്ഷ തെറ്റി. അല്ലെങ്കിൽ വേറൊരു വ്യാമോഹം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഈ സംഘി മൈൻഡ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് കേട്ടോ, ഒന്നും വിചാരിക്കരുത്. സംഘികളുടെ സ്ഥിരമായിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്താണ്? ഇവർ തന്നെ എന്താ പറയുന്നത്, ഗവർണർക്കെതിരെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കല്ലുപെറുക്കി എറിയും. എന്നിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ നോക്കും. നോർത്തിലേക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സുരേന്ദ്രൻജി സ്റ്റാറ്റസ് ഇടും. അപ്പോൾ ആ തരത്തിൽ ഗവർണറെ ആക്രമിച്ചു മറ്റേ SFI പ്രവർത്തകർ എന്നുള്ള രീതിയിൽ സംഘി എറിഞ്ഞ കല്ലിൻ്റെ പേരിലും ചെരുപ്പിൻ്റെ പേരിലും ചർച്ച കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു വ്യാമോഹം ഉണ്ടായിരിക്കാം. ഏതായാലും അത് നടന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു വ്യാമോഹം അദ്ദേഹവും അല്ലെങ്കിൽ സംഘികളൊക്കെ വിചാരിക്കുന്നത്, മിഠായി തെരുവിൽ കൂടെ ധൈര്യസമേതം ഇറങ്ങി നടന്നു. അത് ഇത്ര വലിയ കാര്യമാണോ? ഇത് കേരളമാണ്. അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, കേരളത്തെക്കുറിച്ചിട്ടും ഇവിടെയുള്ള ജനങ്ങളെക്കുറിച്ചിട്ടും അറിയില്ല. മിഠായി തെരുവിൽ കൂടെ ആരിറങ്ങി നടന്നാലും, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ വിയോജിപ്പുള്ള ഒരാൾ ഇറങ്ങി നടന്നാലും, ഇവിടെയുള്ള ഏത് മാധ്യമപ്രവർത്തനം ഇറങ്ങി നടന്നാലും, ആരിറങ്ങി നടന്നാലും, ഇവിടുത്തെ ജനങ്ങൾ തെരുവിൽ അവരെ സ്വീകരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ഒന്നും ആയിരിക്കില്ല. അവർ അവരുടെ അൽവ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ അവരവിടെ സ്വീകരിച്ചിരുത്തും. അത് നമ്മുടെ ആതിഥേയത്വ മര്യാദയാണ്. അതാണ് വീണ്ടും സംഘിക്കറിയാത്ത കേരളത്തെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അയാൾ ഹൽവ നുണഞ്ഞു പോകുന്ന സമയത്ത് അയാൾ വീണ്ടും വിചാരിക്കുന്നത്, ഭയങ്കര മാസമായിപ്പോയി, ഞാനിവിടെ ധൈര്യസമേതം ഇറങ്ങി നടന്നു. പോലീസുകാരുടെ അകമ്പടിയോടെ കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി നടക്കുക എന്ന് പറയുന്നത് ഒരു ബേസ് ലെവലിൽ പോലും, ഒരറ്റത്ത് പോലും ധൈര്യമുള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട. കാരണം അവിടെ ഇറങ്ങി നടക്കാനായിട്ട് ആരുടെ സംരക്ഷണത്തിന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളിടത്താണ് നൂറുകണക്കിന് പോലീസുകാരെയുമായിട്ട് ഇറങ്ങി നടക്കുന്നത്. ഇനി അടുത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗവർണർ സെമിനാറിൽ പങ്കെടുത്തു. RSSന്റെ സെമിനാറിൽ ഗവർണർ പങ്കെടുത്തു. അത് എന്തോ ഇരട്ട ചങ്കത്തരമാണോ? ഒരു ചങ്കത്തരമല്ല. വെറും 50 മീറ്റർ മാത്രം നടന്നു പോകാനായിട്ടുള്ള ഒരു വഴിയിൽ കൂടെ അദ്ദേഹം നടന്നു പോയിട്ട് ഒരു സെമിനാറിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ആയിരിക്കില്ല SFI അവിടെ ഒരു പ്രതിഷേധം അറിയിക്കുന്നത്. ഇന്നലെ ബാനർ അഴിപ്പിച്ചത് മുതൽ ഈ പറയുന്ന കാര്യങ്ങളോട് പ്രകടനം കൊണ്ട് മറുപടി പറയുന്ന ആ ഒരു സാഹചര്യം വരെ നിലനിൽക്കുന്ന സമയത്ത് പ്രതിഷേധം അറിയിക്കുക, ശക്തി പ്രകടനം കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥി ശക്തി കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു സമരത്തിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ബാരിക്കേഡിനകത്തൂടെ കയറുന്നതും മതിൽ ചാടുന്നതുമൊക്കെ ആ ഒരു പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കേണ്ട സംഗതി, കരിങ്കൊടി കാണിക്കുകയൊക്കെ ഉള്ളത്. അല്ലാതെ ഗവർണറെ സെമിനാറിൽ പങ്കെടുപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഇവിടെ വരേണ്ട ഒരു ആവശ്യം തന്നെയില്ല. ആ ഒരു പ്രതിഷേധമാണ് നോക്കിക്കാണേണ്ടത്. അത്രയധികം ആളുകൾ വരുന്ന സമയത്ത് ഗവർണർ അവരെ കുറിച്ചിട്ട് പറഞ്ഞ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഗവർണറെ കുറിച്ചിട്ട് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് തീരെ യോജിക്കാൻ പറ്റാത്തത്. ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഷോ കാണിക്കുന്ന കുറേയധികം അരാഷ്ട്രീയവാദികളും സംഘികളുമാണ് കേരളം എന്ന് വിചാരിക്കരുത്. ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കാര്യമായിട്ട് സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത് പ്രധാനപ്പെട്ടതായിട്ടും സർവകലാശാലകളിലൊക്കെ ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെയൊക്കെ തടയാൻ വേണ്ടിയുള്ള മറ്റേ RSS അജണ്ടയൊന്നും ഇവിടെ വിലപ്പോത്തൊന്നുമില്ല. വൈ നോബഡി കെയിം ദെയർ എന്നൊക്കെ പുള്ളി ചോദിക്കുന്ന സമയത്ത് അതിത്ര വലിയ സംഭവമാണോ?
കാരണം അവരുടെ അജണ്ടയിൽ തന്നെ ഇല്ല അങ്ങനെയുള്ള ഒരു പ്രത്യക്ഷ പ്രതിഷേധ പ്രകടനം നിങ്ങൾക്ക് എതിരെ വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച്, അതും ഭരണപക്ഷ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവർ ചിന്തിക്കത്ത് പോലുമില്ല. കേരളക്കാരെ ഇങ്ങനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. Which media organization you belong to? Which media organization you Reporter TV? Do you heavy? They are heavy. They are heavy. Few so 100. There may be 200 criminals. All of them have not yet come. ഇതാണ് ഇരട്ടച്ചങ്ക്. പുള്ളി ഒഫൻഡഡ് ആയി, പുള്ളിക്ക് വയ്യാണ്ടായി, പുള്ളി ആകെ മൊത്തത്തിൽ ഡൗൺ ആയി. റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമപ്രവർത്തകർ വിദ്യാർത്ഥി സമൂഹത്തെ, ശരിയാണ്, ആർത്തിരമ്പുന്ന വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നതിനകത്ത് ഒരു അതിശയോക്തിയുമില്ല. ആ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഹെവി എന്നുള്ള രീതിയിൽ പുള്ളിക്ക് തോന്നിയ രീതിയിൽ വർണ്ണിച്ചതോ അല്ലെങ്കിൽ പറഞ്ഞതോ ഇദ്ദേഹത്തെ ഒഫൻഡഡ് ആക്കി. അപ്പോൾ ഫ്യൂ ക്രിമിനൽസ്, 200 ഓഫ് ക്രിമിനൽസ് എന്നുള്ളതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥികളെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. വരുന്ന വിദ്യാർത്ഥികൾ 10-ലധികം ആണെങ്കിൽ പോലും ആ ഒരു വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ കേൾക്കുകയും അതിന് മറുപടി കൊടുക്കുകയും ചെയ്യേണ്ടത് ചാൻസലർ അല്ല, ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏതു തലങ്ങളിലിരിക്കുന്ന ആളുടെയും ഒരു കടമയാണ്. ഇവിടെ വരുന്നത് 100 കണക്കിന് കുട്ടികളാണ്. 200 കുട്ടികൾ എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയൊന്നുമല്ല. 200 ആണെങ്കിൽ 200 ഒന്നുമല്ല, അതിൽ കൂടുതൽ പിള്ളേരുണ്ട്, നമുക്ക് കാണാവുന്നതല്ല വാർത്ത. ഇദ്ദേഹം ഈ പോലീസുകാരുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നതല്ലോ. ഗവർണറോടുള്ള ബഹുമാനമൊക്കെ പോകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനവും നടപടിയൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. MSF ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. നവാസ് മുമ്പേ വന്ന് ഡയലോഗ് പറയുന്നത് കേട്ടു. ഈ എന്നാ പറയുന്നത്, ചുവപ്പ് വൽക്കരണവും കാവ്യവൽക്കരണവും ഒക്കെ അവർ ഒരേപോലെ തന്നെയാണ് കാണുന്നത്. അന്ന് ചുവപ്പ് വൽക്കരണത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ച സമയത്ത് ഇവരെ കണ്ടില്ല എന്നുള്ളതൊക്കെ MSFകാരൻ വന്ന് പറയുന്നുണ്ട്. ഏതായാലും അലോഷി, നമ്മുടെ കേസുവിൻ്റെ അലോഷി രാവിലെ വന്ന് പറഞ്ഞ്, എൻ്റെ കോളേജിൽ പഠിച്ച ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ അലോഷി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞത്, ഇന്ന് പറയേണ്ട ഒരു സാഹചര്യം അലോഷിക്കും ഉണ്ടായി. ഗവർണർ തെരുവ് ഗുണ്ടയെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും അവർക്കത് പറയാനായിട്ട് തോന്നിയല്ലോ. ഇതിപ്പോൾ വിദ്യാർത്ഥി ഭൂരിപക്ഷത്തിൻ്റെ പ്രതിഷേധമായിട്ട് മാറിയിട്ടുണ്ട്. Students, only SFI has students. Other students are not there. Sir, how can you say that? I'm saying. How can you say that? I'm saying, not students. SFI is an organization of gundas. This is what they do. Still they stand firm in their protest. Fine. Let them be. Criminals, murderers. They are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours? ഗവർണർ പറയുമ്പം സംഘികൾ കൈയടിക്കുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിൽ, പോലീസ് സംരക്ഷണത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിന് വേണ്ടി വരുന്നു. ഗവർണർ വിചാരിക്കുന്നത് ഇത് മറ്റേ UP-യിലൊക്കെ ഉള്ള പോലെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തേണ്ട ആളുകളാണ്. എന്തിനാണ് അവർ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കിയത്? ഞാൻ പറയുന്നത്, ഈ ഒരു പ്രതിഷേധ സമരത്തിന് വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കേണ്ട കടമയും പോലീസിനുണ്ട്. അത് വേറെ ഒരു കാര്യം. കാരണം പ്രതിഷേധമാണ്, ജനാധിപത്യ രാജ്യമാണ്. പ്രതിഷേധക്കാരെയും ഒരേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യണം. കാരണം അവരുടെ എണ്ണം വലിയൊരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് പോലീസ് അവരെ തല്ലിച്ചതച്ചില്ല, പ്രതിഷേധക്കാരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറിയില്ല എന്നൊക്കെ ഗവർണർ പറയുന്നത് ഏത് പക്വതയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് എനിക്കറിയില്ല. സംഘിക്ക് കൈയടിക്കാനുള്ള വക ഉണ്ടായിരിക്കും. പുള്ളിക്ക് കൊണ്ടു വൈ ആർ യു പ്രൊവോക്കിംഗ് എന്ന് ജേർണലിസ്റ്റ് ചോദിച്ച സമയത്ത് അത് തന്നെയാണ് ചോദ്യം. ഇയാൾ പ്രൊവോക്ക് ചെയ്യുന്നതാണ്. ഇയാൾ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ഇയാൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞതുപോലെ നടക്കുമെന്ന് ഇയാൾ വിചാരിക്കുന്ന കാര്യം ഇവിടെ നടക്കില്ല. ഇത് ജനാധിപത്യപരമായിട്ട് തന്നെ ഇവർ പ്രതിഷേധിക്കും. അവരതിൻ്റെ മാക്സിമത്തിൽ നിന്ന് പ്രതിഷേധിക്കും. കാരണം ഇത് കേരളമാണ്. ഇവിടെ ഉള്ള ആളുകൾക്ക്, സാധാരണ സംഖ്യകൾക്കില്ലാത്ത ഒരു ഇത്തിരി മൂളയുണ്ട്. അപ്പം അവരിപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും ഭരണപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു പ്രവർത്തനം ഉണ്ടാവില്ല എന്നുള്ളത് മിനിമം അയാളുടെ കൂടെയുള്ള ആളുകൾ, മറ്റേ നോമിനേഷനിലേക്ക് പേരെഴുതി വിട്ടിട്ടുള്ള കൂടെയുള്ള RSSകാർ എങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ഏതായാലും ഭയങ്കര പക്വതയില്ലാത്ത, ഭയങ്കര വീക്കായിട്ടുള്ള പ്രകടനങ്ങൾ, ഷോ ഓഫുകൾ, അല്ലാതെ വേറൊന്നും പറയാനായിട്ടില്ല. ഏതായാലും TG മോഹൻദാസ്, മറ്റേ അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ ഭേദമുണ്ട്, മറുനാടൻ,
കർമ്മ ഇങ്ങനെയുള്ള ആൾക്കാർ മറ്റേ പടയോട്ടമൊക്കെ ആയിട്ട് ഇതിനെ അങ്ങോട്ട് വർണ്ണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പരിപാടികൾ ഇവിടെയുള്ളൊരു മെജോറിറ്റി ജനത വലിയ സീരിയസ് ആയിട്ട് നോക്കി കാണുന്നുണ്ട് എന്നുള്ളത്. നന്ദി.